നൂറ്റാണ്ടുകളായി ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും അമ്പരപ്പിച്ച ഒരു നിഗൂഢത അറബിക്കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നു. ദ്വാരക, ഇന്ത്യയുടെ അറ്റ്ലാന്റിസ്. പുരാതന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ദ്വാരക ഒരു സാധാരണ നഗരമായിരുന്നില്ല, അത് ഭഗവാൻ കൃഷ്ണന്റെ മഹത്തായ രാജ്യമായിരുന്നു. ഉയർന്ന കൊട്ടാരങ്ങളും സ്വർണ്ണ കവാടങ്ങളും സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന ക്ഷേത്രങ്ങളും കൊണ്ട് നിർമ്മിച്ചതാണ്. അതുല്യമായ സമ്പത്തും ദിവ്യശക്തിയും ഉള്ള ഒരു നഗരമാണെന്നും ദേവന്മാരും മനുഷ്യരും ഒരുമിച്ച് നടന്ന സ്ഥലമാണെന്നും പറയപ്പെട്ടു. എന്നാൽ കൃഷ്ണൻ നശ്വരമായ ലോകത്തിൽ നിന്ന് പോയതിനുശേഷം ഒരു വലിയ ശാപം ദ്വാരകയിൽ വീണു. സമുദ്രം അതിന്റെ കോപത്തിൽ ഒരു തുമ്പും അവശേഷിപ്പിക്കാതെ മുഴുവൻ നഗരത്തെയും വിഴുങ്ങി എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ആയിരക്കണക്കിന് വർഷങ്ങളായി പലരും ഇത് വെറും ഒരു കെട്ടുകഥയാണെന്ന് വിശ്വസിച്ചിരുന്നു. തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു കഥ. ശാസ്ത്രജ്ഞർ ഒരു ഞെട്ടിക്കുന്ന കണ്ടെത്തൽ നടത്തുന്നതുവരെ അത് അങ്ങനെയായിരുന്നു. അറബിക്കടലിന്റെ ആഴങ്ങളിൽ പുരാവസ്തു ഗവേഷകർ ഒരു പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ശിലാഘടനകൾ, ക്ഷേത്ര അവശിഷ്ടങ്ങൾ, വെള്ളത്തിനടിയിലുള്ള ഒരു മഹാനഗരം പോലെ തോന്നിക്കുന്നതിലേക്ക് നയിക്കുന്ന പടികൾ. ഇത് യഥാർത്ഥ ദ്വാരകയായിരിക്കുമോ, ഇന്ത്യയുടെ സ്വന്തം അറ്റ്ലാന്റിസ്? തെളിവുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ടും രഹസ്യം അവശേഷിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ഐതിഹാസിക നഗരമായിരുന്നോ, അതോ നഷ്ടപ്പെട്ട മറ്റൊരു നാഗരികതയായിരുന്നോ? സമുദ്രം അതിന്റെ രഹസ്യങ്ങൾ മുറുകെ പിടിക്കുന്നു, പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ചിലപ്പോൾ പുരാണങ്ങൾ നമ്മൾ കരുതുന്നതിലും യഥാർത്ഥമാണ്.